നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു കാര്യം ഞാൻ പറയാം, കണിമംഗലത്ത് പോകുന്ന കൂട്ടത്തിൽ അവൾ ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. അമ്മയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. അമ്മ ഇവിടെ ഇരുന്നോ. ആ കണിമംഗലത്ത് നിന്നാ തിരുമേനി. ആ പറഞ്ഞോളൂ ജയഭാരതി അമ്മേ. പരമേശ്വരൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഭേദമുണ്ട്. ഞാനിപ്പോ വിളിച്ചത് നാളെ ഇവിടെ ഒരു പ്രത്യേക പൂജയുണ്ട്. ആറ്റൂര് വാസുദേവൻ നമ്പൂതിരിയെ തിരുമേനിക്ക് അറിയില്ലേ? അറിയില്ലേന്നോ? ഏമനല്ലേ? അദ്ദേഹമാണ് പൂജ നടത്താൻ വരുന്നത്. ഇവിടുത്തെ ഐശ്വര്യത്തിന് വേണ്ട ഒരു പൂജ നടക്കുമ്പോ ഏറ്റവും വേണ്ടപ്പെട്ട നിങ്ങളും അവിടെ ഉണ്ടാവണമല്ലോ. യശോദ അമ്മയൊക്കെ കൂട്ടി തിരുമേനി രാവിലെ തന്നെ ഇവിടെ എത്തണം. അതിനെന്താ, മോളെ വിവാഹം കഴിച്ച അയച്ച വീട്ടില് ഇങ്ങനൊരു ചടങ്ങുണ്ടാവുമ്പോ അതിൽ സഹകരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാരും വന്നിരിക്കും. ഈ പൂജാതി കർമ്മങ്ങളൊക്കെ നോക്കി നടത്താനേ ഞങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടൂല. ഞാന് ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്, നമ്മുടെ രാധിക. അവളാകുമ്പോ അതൊക്കെ വേണ്ട രീതിയിൽ കണ്ടറിഞ്ഞ് ചെയ്തോളൂല്ലോ. നന്നായി. കാലങ്ങളായി എനിക്ക് പൂജയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കുന്നതും അത് കൃത്യമായിട്ട് ചെയ്യുന്നതും രാധിക മോളാണ്. എല്ലാം അവള് നോക്കിക്കോളും. എനിക്ക് അത് മതി. അപ്പോ രാധിക മോളെയും കൊണ്ട് രാവിലെ തന്നെ ഇങ്ങോട്ട് എത്തണം. മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ? ഏയ്, ഒരു മാറ്റവും ഉണ്ടാവില്ല. നാളെ ആറ്റൂർ തിരുമേനി എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. എന്നാ ആയിക്കോട്ടെ. ശരി. എന്റെ കുടുംബത്തിന് ഒരാപത്ത് സംഭവിക്കരുത്. വരുൺ താലി ചാർത്തിയ പെണ്ണാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടതെങ്കിൽ അത് ചെയ്യേണ്ടത് രാധിക തന്നെയാ. അവളെ കൊണ്ട് ഞാനത് ചെയ്യിക്കും. എന്തു ഭാവിച്ച യശോദ നീ ഇതൊക്കെ കേട്ട് നിൽക്കുന്നേ? എന്ത് ധൈര്യത്തിലാ രാധികയും കൊണ്ട് കണിമംഗലത്ത് പോകാന്ന് നീ നിശ്ചയിച്ചിരിക്കുന്നത്? ഞാനാണോ തീരുമാനിച്ചത്? പറഞ്ഞത് ദേവേട്ടനല്ലേ? അമ്മയുണ്ടായിരുന്നല്ലോ ഒപ്പം. അതെ, പറഞ്ഞത് ദേവൻ തന്നെയാ. അവനിവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞൂടല്ലോ. എല്ലാം അറിയാവുന്ന നിനക്ക് എന്താ പറഞ്ഞു വിലക്കമായിരുന്നില്ലേ? അമ്മ പറയാഞ്ഞതോ? അവളെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതിന് വേറെ വൈരാഗ്യത്തിന്റെ ചിത്രമല്ലേ ദേവന്റെ മനസ്സിൽ? പ്രിയങ്കയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്ത വേണ്ടത് നിനക്കാ. ഇപ്പൊ കുറച്ചു നാളായിട്ട് വരുണും രാധികയും തമ്മിൽ കാണാറില്ല. അതങ്ങനെ തന്നെ തുടരണം. എത്രമാത്രം അകലുന്നോ അത്രയും നല്ലത്. ദേവനിഞ്ഞു വരട്ടെ. ഒരു കാരണവശാലും അവളെയും കൊണ്ട് കണിമംഗലത്ത് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ എങ്ങനെ കടുത്ത തീരുമാനം എടുക്കേണ്ട കാര്യം എന്താ? പൂജയ്ക്ക് നിർബന്ധമായിട്ടും രാധികയെ കൊണ്ടുചെല്ലണമെന്ന് ദേവാരതി അമ്മയെ വിളിച്ചു പറഞ്ഞു. എന്തിന്? അവളാണോ പൂജ ചെയ്യുന്നത്? കണിമംഗലത്ത് ആർക്കും പൂജാകാര്യങ്ങൾ ഒരുക്കാനോ അത് ശ്രദ്ധിക്കാനോ അറിയില്ല. അതെല്ലാം അറിയുന്ന രാധിക ഒന്ന് വരണമെന്ന് പറയുമ്പോ അതെങ്ങനെ നിഷേധിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, കണിമംഗലത്ത് പോകുന്ന കൂട്ടത്തിൽ അവൾ ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. അമ്മയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. അമ്മ ഇവിടെ ഇരുന്നോ. ഞങ്ങൾ മൂന്നുപേരും കൂടി ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരാം. എന്നാലും എന്റെ വാക്ക് നീ കേൾക്കില്ല അല്ലേ? ഇല്ല അമ്മ, ഇക്കാര്യത്തിൽ ഞാൻ കേൾക്കില്ല. കണിമംഗലത്ത് രാധിക മോളെ കൊണ്ടുചെല്ലാന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തുപോയി. എന്താ കുട്ടി, ഇതുവരെ റെഡിയായില്ല നീ? അച്ഛാ, അമ്പലത്തേക്ക് പോകുമ്പോ ഞാൻ പറഞ്ഞാണല്ലോ ഞാൻ തിരിച്ചു വന്ന അവിടെ പുറപ്പെടണമെന്ന്. അത് അച്ഛാ, മുത്തശ്ശി വരുന്നില്ല എന്നാ പറയുന്നത്. യശോദേ, നിങ്ങൾ രണ്ടുപേരും വേറെ റെഡിയാകുന്നേ. പറഞ്ഞത് കേട്ടില്ലേ? പോവാ.
അച്ഛാ, മ്യൂസിക് ക്ലാസ്സില് ആ അത് തന്നെ. അവൾക്ക് അവിടെ ജോലിയുള്ളതല്ലേ, വെറുതെ എന്തിനാ ലീവ് എടുക്കുന്നേ? അവൾ അവളുടെ കാര്യങ്ങൾ ചെയ്തോട്ടെ. ഒരാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാ അയാളുടെ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പാടില്ല എന്ന് നിയമം വല്ലതും ഉണ്ടോ? അച്ഛൻ പറഞ്ഞ അനുസരിക്കും മോളെ, പെട്ടെന്ന് പോയി റെഡി ആയി വാ. അവിടെ ചെന്ന് പൂജയെ പങ്കെടുത്തിട്ട് എപ്പോ തിരിച്ചു വരാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കോ, അതോ ആരോടെങ്കിലും ഭക്ഷണം കൊണ്ടുവരാൻ പറയണോ? എനിക്ക് ഉണ്ടാക്കാനും വയ്യ, പുറത്തു നിന്ന് ആരോടും ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരാനും പറയണ്ട. ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ. ആ എന്നാ പിന്നെ അമ്മയും പോയി റെഡിയാവ്. വാശിയൊക്കെ അങ്ങനെ അങ്ങ് തീരട്ടെ. മാറി നിന്നാ പറ്റില്ല. അവിടെ അവനും അവളും കണ്ടുമുട്ടുന്നതിനിടയിൽ ഞാനില്ലെങ്കിൽ എല്ലാം നശിക്കും. പോവുക തന്നെ. എത്ര ദിവസമാണ് കൽപ്പന ഈ പൂജ? 2 ദിവസം. 3-ാം ദിവസം രാവിലെയാണ് ഇത് പൂർത്തിയാകുന്നതെന്നാ പറഞ്ഞേ. ഇനി എന്തൊക്കെയാണാവോ പറയാൻ പോകുന്ന ചടങ്ങുകള്? ഉർവശിക്ക് പൂജയിൽ പങ്കെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അകത്തു പോയിരുന്നോളൂ. അല്ലമ്മേ, ഇത് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴാ ഇതൊക്കെ വേണ്ടാത്തതായി തോന്നുന്നേ. സ്വന്തം ഭർത്താവിനും മകനും വേണ്ടിയും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. പരമേശ്വര, ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നിനക്ക്? ഇല്ല അമ്മേ, പൂജ വരുണിന് വേണ്ടിയല്ലേ. അവന് വേണ്ടി എന്തു ചെയ്താലും എനിക്ക് ക്ഷീണമൊന്നും തോന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.